ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റായ വയലും വനവും എന്ന പാഠഭാഗത്തിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ജലത്തിൽ മാത്രം ജീവിക്കുന്ന 3 ജീവികളുടെ പേരെഴുതുക. ചോദ്യം ഒന്നുകൂടി നമുക്ക് വായിച്ചു നോക്കാം. ജലത്തിൽ മാത്രം ജീവിക്കുന്ന 3 ജീവികളുടെ പേര് ഏതൊക്കെ പറയാം നമുക്ക്? നീലത്തിമിംഗലം, ഡോൾഫിൻ, നീരാളി, അങ്ങനെ ഒരുപാടുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാർ ഏതെങ്കിലും 3 പേര് എഴുതുക. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മത്സ്യത്തിൻ്റെ ശ്വസന അവയവം ഏതാണ് കൂട്ടുകാരെ? നാം പഠിച്ചതല്ലേ ഏതാണ്? അതെ, ശകുലങ്ങളല്ലേ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ജലത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര്. ജലത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് എന്താണ്? അതെ, ഉഭയജീവികൾ. ഉത്തരം ഉഭയജീവികൾ. കേതൻ നാലാമത്തെ ചോദ്യം, ഒരു ജീവിയുടെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്നു. ജീവി ഏതെന്നു കണ്ടെത്തി എഴുതുക. എന്തൊക്കെയാണ് പ്രത്യേകതകൾ കൊടുത്തിട്ടുള്ളത് നോക്കൂ. വളഞ്ഞ് മൂർച്ചയുള്ള കൊക്കുകൾ, അതുപോലെ ഇരയെ കോർത്തു പിടിക്കുന്നതിന് കൂർത്തു വളഞ്ഞ മൂർച്ചയേറിയ നഖങ്ങൾ, ദൂരക്കാഴ്ച. നമുക്ക് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. എ കൊക്ക്, ബി പരുന്ത്, സി മരംകൊത്തി, ഡി അണ്ണാൻ. ഉത്തരം നമുക്കറിയാമല്ലേ ഏതാണ്? അതെ, ഓപ്ഷൻ ബി, യെസ്, പരുന്ത്. കേതൻ വെള്ളത്തിലായിരിക്കുമ്പോൾ തവളയുടെ ശ്വസനാവയവം ഏതാണ്? വെള്ളത്തിലായിരിക്കുമ്പോൾ തവളയുടെ ശ്വസനാവയവം ഏതാണ് കൂട്ടുകാരെ? യെസ്, സ്കിന്നാണല്ലേ, ത്വക്ക്. സോ നമുക്ക് ആൻസർ എഴുതാം, ത്വക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദെൻ ശരിയായവ യോജിപ്പിക്കുക. അസോള അജീവീയ ഘടകം, സാലമാൻഡർ ആവാസ വ്യവസ്ഥ, സൂര്യപ്രകാശം മണ്ണ്, കുന്നുകൾ ഉഭയജീവി, മണ്ണിര ജലസസ്യം. ഇവ നമുക്കിങ്ങനെ ശരിയായ രീതിയിൽ യോജിപ്പിക്കാം. യെസ്, അസോള ഏതായിരിക്കും? അതെ, അസോള എന്താണ്? ജലസസ്യമാണല്ലേ. ജലസസ്യത്തിന് ഉദാഹരണമാണ് അസോള. സോ നമുക്ക് അസോളയും ജലസസ്യവും തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കാം. സാലമാൻഡർ യോജിച്ചത് ഏതായിരിക്കും? അതെ, ഉഭയജീവിയാണല്ലേ. ദെൻ സൂര്യപ്രകാശം എന്താണ്? ഒരു അജീവീയ ഘടകമാണ്. സോ നമുക്ക് അതിന് നേരെ വരച്ചു കൊടുക്കാം. ദെൻ കുന്നുകൾ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമല്ലേ. സോ നമുക്ക് ആവാസ വ്യവസ്ഥയ്ക്ക് നേരെ വരച്ചു കൊടുക്കാം. ദെൻ മണ്ണിര എവിടെയാണ് ജീവിക്കുന്നത്? മണ്ണിലല്ലേ. ഓക്കെ, അപ്പോൾ മണ്ണിരയ്ക്ക് യോജിച്ചത് മണ്ണ്. അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ യോജിപ്പിച്ച് വരച്ചു കൊടുക്കുമല്ലോ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. ഉത്തരം എഴുതുക. അനുകൂലനം എന്നാൽ എന്ത്? അതായത് അഡാപ്റ്റേഷൻ എന്നാൽ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ? യെസ്, ഓരോ ജീവിക്കും അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് അനുയോജ്യമായ പ്രത്യേകതകളുണ്ട്. അതിനെയാണ് അനുകൂലനം എന്ന് പറയുന്നത്. അതായത് an organism has certain peculiarities that help to live in dwelling place. This is called adaptation. Okay. കൂട്ടുകാർ അതിൻ്റെ ഉത്തരം ഇവിടെ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ജീവികൾക്ക് ജലജീവിതത്തിന് അനുയോജ്യമായ എന്തെല്ലാം സവിശേഷതകളാണുള്ളത്? അതായത് ഇതിൻ്റെ അനുകൂലനങ്ങളാണല്ലേ ചോദിച്ചിട്ടുള്ളത്. മീനിൻ്റെയും അതുപോലെ തവളയുടെയും ചിത്രങ്ങളല്ലേ നമുക്ക് നൽകിയിട്ടുള്ളത്. സോ മീനിൻ്റെ ജലജീവിതത്തിന് അനുയോജ്യമായ എന്തെല്ലാം സവിശേഷതകളാണുള്ളത്? എന്തൊക്കെയാണ് കൂട്ടുകാരെ? ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ. പിന്നെന്തൊക്കെയാണ്? ശകുലങ്ങൾ ഉപയോഗിച്ച് അവയ്ക്ക് ശ്വസിക്കുന്നു. അതുപോലെ വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരം, അതുപോലെ നിരനിരയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ശൽക്കങ്ങൾ, ബാഹ്യകർണങ്ങൾ, കഴുത്ത് എന്നിവയില്ല. ജലത്തിൽ തടസ്സമില്ലാതെ നീങ്ങാൻ ഇത് സഹായിക്കും. പിന്നെ നമുക്ക് എന്തെഴുതാം? തോണിയുടേതുപോലെ 2 അറ്റവും കൂർത്ത ശരീരാകൃതി. നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. പ്രകൃതി നടത്തത്തിന് ഇറങ്ങിയ അമ്മുവും കൂട്ടുകാരും ആദ്യം പോയത് വലിയ കാവിലേക്കാണ്. അവിടെ അവർ കണ്ടത് താഴെ കൊടുക്കുന്നു. എന്തൊക്കെയാണ് കണ്ടത്? മരങ്ങൾ, വള്ളിച്ചെടികൾ, കുരങ്ങൻ, പാറ, മണ്ണ്, പുല്ല്, കാക്ക, ഉറുമ്പ്, ചെറുപ്രാണികൾ, വായു, പുൽച്ചാടി, പരുന്ത്, മഞ്ഞുതുള്ളി. ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഈ ഘടകങ്ങളെ തരംതിരിച്ചെഴുതുക. ഒരു കോളത്തിൽ അജീവീയ ഘടകങ്ങൾ നൽകിയിട്ടുണ്ട്. മറ്റേ കോളത്തിൽ ഏതായിരിക്കും? അതെ, ജീവീയ ഘടകങ്ങളല്ലേ. കൂട്ടുകാരെ, എന്താണ് ഈ അജീവീയ ഘടകങ്ങളും ജീവീയ ഘടകങ്ങളും? നാം പഠിച്ചതല്ലേ എന്താണ്?
അതെ, ജീവനുള്ളവയെ ജീവീയ ഘടകങ്ങളെന്നും ജീവനില്ലാത്തവയെ അജീവീയ ഘടകങ്ങളെന്നും പറയുന്നു അല്ലേ. കൂട്ടുകാരി, തന്നിട്ടുള്ളവയെ നമുക്ക് അജീവീയ ഘടകങ്ങളെന്നും ജീവീയ ഘടകങ്ങളും തരംതിരിച്ചെഴുതിയാലോ? ഓക്കെ, ജീവീയ ഘടകങ്ങളിൽ ഏതൊക്കെ എഴുതാം? അതെ, മരങ്ങൾ, വള്ളിച്ചെടികൾ, കുരങ്ങൻ, പുല്ല്, കാക്ക, ഉറുമ്പ്, ചെറുപ്രാണികൾ, പുൽച്ചാടി, പരുന്ത്. ഇനി അജീവീയ ഘടകങ്ങളിലോ? അതെ, പാറ, മണ്ണ്, വായു, മഞ്ഞുതുള്ളി ഇവയൊക്കെ എഴുതാമല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ആവാസ വ്യവസ്ഥ എന്നാൽ എന്ത്? എന്താണ് ആവാസ വ്യവസ്ഥ? അതെ, ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ. ഉത്തരം എന്താണ്? ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. നമ്മുടെ പ്രദേശത്തുള്ള ആവാസ വ്യവസ്ഥകൾ ഏതെല്ലാം? ഒരുപാടുണ്ടല്ലേ കൂട്ടുകാരെ. മലകൾ, കുന്നുകൾ, പാറക്കെട്ടുകൾ, കിണറുകൾ, കുളങ്ങൾ, വയലുകൾ, അങ്ങനെ ഒരുപാടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചിത്രം നിരീക്ഷിക്കുക. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പരിസ്ഥിതി പ്രശ്നം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കൂട്ടുകാരുടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണല്ലേ. എന്താണിത് നൽകിയിരിക്കുന്ന പരിസ്ഥിതി പ്രശ്നം കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഓക്കെ, മനുഷ്യൻ്റെ ഈ പ്രവർത്തനം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുന്നിടിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണ് കൂട്ടുകാരെ? കുന്നുകളിൽ ജീവിച്ചിരുന്ന ജീവികൾ നശിക്കുകയോ അവയുടെ പാർപ്പിടം നഷ്ടമാവുകയോ ചെയ്യുന്നു. പിന്നെയോ കുന്നുകളിലെ മണ്ണു നിക്ഷേപിക്കപ്പെടുന്ന വയലുകൾ ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. പിന്നെന്തൊക്കെയാണ്? ജലക്ഷാമം അനുഭവപ്പെടുന്നു, നീരുറവകൾ ഇല്ലാതാകുന്നു, അതുപോലെ സസ്യങ്ങൾ നശിക്കുന്നു, ഭൂമിയുടെ അളവ് കുറയുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ദോഷങ്ങൾ എന്തൊക്കെ എഴുതാം? ഫസ്റ്റ് വണ്ണായിട്ട് കുന്നുകളിൽ ജീവിച്ചിരുന്ന ജീവികൾ നശിക്കുകയോ അവയുടെ പാർപ്പിടം നഷ്ടമാവുകയോ ചെയ്യുന്നു. നെക്സ്റ്റ് എഴുതാം, കുന്നുകളിലെ മണ്ണു നിക്ഷേപിക്കപ്പെടുന്ന വയലുകൾ ഇല്ലാതാകുന്നു. ദെൻ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് എഴുതാം, ജലക്ഷാമം അനുഭവപ്പെടുന്നു. പിന്നെ നീരുറവകൾ ഇല്ലാതാകുന്നു, സസ്യങ്ങൾ നശിക്കുന്നു, ഭൂമിയുടെ അളവ് കുറയുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നത്? മനുഷ്യൻ്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കൂട്ടുകാരെ? ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണല്ലേ. എന്താണ് ഇതിൻ്റെ ഉത്തരം? ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം, വനനശീകരണം അഥവാ ഡിഫോറസ്റ്റേഷൻ. എന്താണ് ഉണ്ടാകുന്നത്? അനേകം സസ്യങ്ങളുടെയും ജീവികളുടെയും നാശത്തിന് കാരണമാകുന്നു. അതുപോലെ മഴ കുറയുന്നതിനും കാരണമാകുന്നു. നെക്സ്റ്റ് പോയിന്റിനായിട്ട് നമുക്ക് എഴുതാം, വയൽ നികത്തൽ. കൃഷിയിടങ്ങൾ ഇല്ലാതാകുന്നു. വയൽ നികത്തിലൂടെ എന്താണ്? കൃഷിയിടങ്ങൾ ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ കൃഷി കുറയുന്നു. അതുമൂലം എന്താണ്? അനേകം ചെറുജീവികൾ നശിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം, അണക്കെട്ട് നിർമ്മാണം, കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്. അനേകം സസ്യങ്ങളും ജീവികളും നശിക്കാൻ കാരണമാകുന്നു. അല്ലേ കൂട്ടുകാരെ? അണക്കെട്ട് നിർമ്മാണത്തിലൂടെ ഒരുപാട് ജീവികളും സസ്യങ്ങളൊക്കെ നശിക്കും. പുഴയിലെ മണൽ വാരൽ. അടുത്ത പോയിന്റ് നമുക്ക് എഴുതാം, പുഴയിലെ മണൽ വാരൽ, സാൻഡ് മൈനിങ്. ഇതുമൂലം എന്താണ് ഉണ്ടാകുന്നത്? പുഴയുടെ ഒഴുക്കിന് തടസ്സമാകുന്നുണ്ടല്ലേ. ഇതിലെ മണൽ വാരം മൂലം ജലക്ഷാമം ഉണ്ടാകാൻ കാരണമാകുന്നു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം, കാവുകൾ നശിപ്പിക്കൽ, ഡിസ്ട്രക്ഷൻ ഓഫ് ഗ്രോവ്സ്. കാവുകൾ നശിപ്പിക്കുന്നതിലൂടെ അനേകം സസ്യങ്ങൾ നശിക്കുന്നു. അതുപോലെ കാവുകളെ ആശ്രയിച്ച് കഴിയുന്ന അനേകം ജീവികൾ നശിക്കുന്നു. നമുക്കറിയാം, കാവുകളെ ആശ്രയിച്ച് ഒരുപാട് ജീവികളില്ലേ. ചെറു പക്ഷികളും അതുപോലെ തന്നെ ചെറുജീവികളും ഇഴജന്തുക്കളും. ഈ കാവുകൾ നശിപ്പിക്കുന്നതിലൂടെ അനേകം ജീവികൾ നശിക്കുന്നു അല്ലേ കൂട്ടുകാരെ. ഇതൊക്കെ എന്താണ്? നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നു. ദെൻ അമിതമായ കീടനാശിനി പ്രയോഗം. അടുത്ത പോയിന്റായി നമുക്ക് എഴുതാം, അമിതമായ കീടനാശിനി പ്രയോഗം, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. അമിതമായ കീടനാശിനി പ്രയോഗത്തിലൂടെ ഇത് സംഭവിക്കുന്നു. അതെ, മണ്ണ് മലിനമാകുന്നു അല്ലേ. പിന്നെയോ ജലം മലിനമാകുന്നു, ജീവികൾ നശിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം, 7ാമത്തെ പോയിന്റായി എഴുതാം, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപേക്ഷിക്കൽ, ഡംപിങ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മണ്ണിൽ ഉപേക്ഷിക്കുന്നതിലൂടെ മണ്ണ് മലിനമാകുന്നല്ലേ. അതുപോലെ എന്താണ്? ജലാശയങ്ങളും മലിനമാകുന്നു. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റു വിഷയങ്ങളിലെ യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. Okay, bye.